ഒബേ ഇതന്നെ ഈ മൾബറി ഇങ്ങനെ പിടിച്ച് കിട്ടിയേക്കതേ? ഈ വളച്ച് കിട്ടിയേക്കുന്നോ? ആ, വളച്ച് കിട്ടിയേക്കതേ. വളച്ച് കിട്ടിയേക്കുന്ന ഒരു ടെക്നിക്കിന് വേണ്ടിയാ. ഒരു ടെക്നിക്കാ. സ്ട്രെസ് കൊടുത്തേക്കോ. സ്ട്രെസ് ആ, സ്ട്രെസ് കൊടുത്തിരിക്കുക. അപ്പൊ ഈ സ്ട്രെസ് കൊടുക്കുന്നതിനാ? അപ്പൊ ഇതിന്റെ മുകളിലേക്കുള്ള ഗ്രോത്ത് തടയുക എന്നുള്ള അതിന്റെ ഉദ്ദേശം. മുകളിലേക്കുള്ള വളർച്ച തടസ്സപ്പെടുത്തുക. വളർച്ച തടസ്സപ്പെടുത്തിയാലോ? വളർച്ച തടസ്സപ്പെടുത്തിയ പുതിയ മുകുളങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ കാകളും ഉണ്ടാവും. അതാണ് ഇതിന്റെ കാണുന്നല്ലേ? ഇതുകൊണ്ടോ കായ ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായി. ഈ ഓരോ മുകളത്തേലും കായ ഉണ്ടാവും അല്ലേ? അതെ. ഇതേലെ ഇങ്ങനെ ഇതിങ്ങനെ വളർന്നു വരുമ്പോ അതിന്റെ ഓരോ ഇലയുടെ ഇടയ്ക്കൊന്നും കാകളും ഇങ്ങനെ അങ്ങനെ. അപ്പൊ ഈ താഴോട്ടുള്ളതെല്ലാം ഇനി കായ ഉണ്ടാവും. പിന്നെ ഇത് ഇഷ്ടം പോലെ കായ ഉണ്ടാവും. നമുക്കത് ഭക്ഷിക്കുകയും ചെയ്യാം. നല്ല അത് മനസ്സിലായി. അപ്പൊ ഈ ഇങ്ങനെയുള്ള സാധനങ്ങള് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാല് കായ്ക്കാൻ എളുപ്പമുണ്ടല്ലേ? സ്ട്രെസ് കൊടുത്ത് ഇതിന്റെ മുകളിലേക്കുള്ള വളർച്ച മുരടിച്ചെങ്കിലേ ഫലങ്ങളുണ്ടാവുള്ളൂ. ഈ വേനൽക്കാലത്ത് ചില ചെടികൾ നനയ്ക്കരുത്, അമിത നന കൊടുക്കരുത്. അമിത നന കൊടുത്താൽ ഇതിങ്ങനെ പൊളച്ച് മുകളിലേക്ക് വളർന്നു പോകും. കാഫലം കിട്ടത്തില്ല. കാഫലമില്ല. അപ്പൊ കപ്പയ്ക്കാണെങ്കിൽ എന്നാ പറ്റും? വാഴിച്ചു പോയി കഴിഞ്ഞാൽ കിഴങ്ങൊന്നും ഉണ്ടാകില്ല. ഒന്നും ഉണ്ടായില്ല. പൈനാപ്പിൾ അങ്ങനെ തന്നെയാണോ? പൈനാപ്പിൾ അങ്ങനെ തന്നെയാ. അമിതമായിട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ അമിതമായിട്ട് ഇതിന്റെ ഇലകളുണ്ടാവും. അപ്പൊ ഇതിന്റെ അറ്റത്തൊരു വങ്കായക്കുളത്ത് പോലെ ഒരു കൂരിക്ക പോലെ ഒരു ചക്ക കിട്ടുള്ളൂ. ഫലം കിട്ടത്തില്ല. ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് ഒരെണ്ണം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയും നമ്മൾ പ്രൂൺ ചെയ്യാതെ ഇതുപോലെ വളച്ചു കെട്ടി നമുക്ക് ഇങ്ങനെ കായ്പിക്കാൻ പറ്റും അല്ലേ? അല്ല, ഇത് പ്രൂൺ ചെയ്യുന്നതും ഈ വളച്ചു കെട്ടുന്നതും ഒക്കെ ഒരേ തന്ത്രമാണ്. വളർച്ച മുരടിക്കാന്നേ ഉദ്ദേശമുള്ളൂ. അത് ശരി. അപ്പൊ പ്രൂൺ ചെയ്യുമ്പോഴും വളർച്ച ഇല്ലല്ലോ. അപ്പം പെട്ടെന്ന് മുകുളങ്ങൾ ഉണ്ടാവും. അതിലെല്ലാം കൂടെ കായ ഉണ്ടാവും. അങ്ങനെയല്ല, ഇന്നാണ് നിങ്ങളൊരു പേര വെട്ടി കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആണോ? അപ്പൊ ഇതെല്ലാം കൂടെ എല്ലാ മുകുളങ്ങളിലും കായ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊരു വീഡിയോ ഇടുന്നത് എല്ലാ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി, എല്ലാവർക്കും വേണ്ടി. അതിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ഒത്തിരി കമന്റുകൾ വന്നിരുന്നു. അല്ല, ഇതിപ്പം വിമർശനം നമുക്ക് ഉത്തേജനം തരുന്നു. ഒത്തിരിയല്ല, വിമർശിച്ചോട്ടെ. വിമർശനങ്ങൾ വേണം അല്ലേ?